പേടിച്ചോ? ഇങ്ങനെ പിന്നെ കൂടെ വന്ന് പിടിച്ചാൽ പേടിച്ചു പോവില്ലേ? അത്രയും പേടിയുള്ളവർ ഈ പണിക്ക് വരരുത്. നിങ്ങൾ സാധനം എടുക്കി. പോലീസുകാരെ കാണുമ്പോൾ മനുഷ്യന്റെ നെഞ്ചിടിക്കുക. ഈ കടൽപ്പാലത്തിനടിയിലും ഗുഹയിലും ശവപ്പറമ്പിലും അല്ലാതെ ഈ നാട്ടിൽ വേറെ സ്ഥലമില്ലേ? വേറെ സ്ഥലമുണ്ട്, പക്ഷെ ഈ ഇടപാടിന് പറ്റിയ സ്ഥലമില്ല. നിങ്ങളെ താമസം എവിടെയാ? അടുത്തതാണോ നമ്മൾ അവിടെ വരാം? തനിക്ക് പേടിയാണെങ്കിൽ തന്നെ ബാബുക്കാനോട് പറ വേറെ ആളെ അയക്കാൻ. ആളോ ബാബുക്കാനോട് പറയാനാ? മൂപ്പരെ കാണുമ്പോൾ തന്നെ നമ്മളെ മുട്ടിടിക്കും. അപ്പൊ മൊത്തത്തിൽ താൻ പേടിക്കാൻ വേണ്ടി ജനിച്ച ആളാ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? എന്തിനാ ചോദിച്ചേ ഉള്ളൂ. പൊതിയിൽ സ്വർണ്ണായിരിക്കും അല്ലേ? അത് ബാബുക്കാനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ നാടെവിടെയാ? ഇയാളെ വേഗം സ്ഥലം വിട്. ഊരും പേരും പറയൂല? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, തിരക്കില്ല. ബാബുക്കാനോട് വല്ലതും പറയാനുണ്ടാ? ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും. ജമാലേ പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാനിത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോൾ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ ഞാൻ നേരെ റേഷൻ പടിയിൽ പോയി. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ശരി ബാ പറയാം. നിന്റെ ബാബുക്കയുടെ വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ആ എന്നാ ബാബുക്കയോട് പിന്നെ ചോദിച്ചാൽ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങൾ ബെടാ ബെടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ടാട്ടാ. ചേട്ടാ ഇവനെന്ത് മനുഷ്യൻ. പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ, അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബുക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബുക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ നീ പറയത്തില്ല അല്ലേ? പറയണോ? ആരെയാടാ നിനക്ക് കാണേണ്ടത്? എന്നെയാണോ? എന്നെപ്പറ്റി പോലീസിലെങ്ങാനും പറഞ്ഞ
കളവ് കേസിന് മാത്രമായിരിക്കില്ല ഞാൻ ജയിലിൽ പോകുന്നത്, കൊലപാതകത്തിനൂടിയായിരിക്കും. നിന്നെ കൊന്നിട്ട്. സോറ, സക്കീർ ഉറങ്ങിയ? അതുണ്ട്. ഇരിക്കി. നമ്മളാ കുമാരന്റെ പറമ്പത്തെ തൈക്കുണ്ടിലൊന്ന് വീണ് അരിയും സാധനങ്ങളൊക്കെ കുറെ പോയി. പെങ്ങളാ തല്ലുംപിടി ഉണ്ടായിന്ന് പറഞ്ഞാ ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും. പോലെ ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന നമ്മളെ പേടി. ഇനി ഒരുത്തനും വരൂല. എവിടെയായിരുന്നടാ നീ? ചൂട്ട് കത്തിക്കാണ്ട് ഇരട്ടത്ത് വരാന്ന് പറഞ്ഞാ ഓന് തിരിയില്ല. വീണ്ടും മുറിഞ്ഞാ ഒന്നും പറ്റിയില്ല ഉമ്മ, ഇത് നമ്മളെ ദോസ്താ. ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കി. ഒന്നും വേണ്ട. കഞ്ഞി കുടിക്കാൻ നിങ്ങളെയൊന്നും വിടൂല. ഇയാൾ ആരാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ. അടുത്തെവിടെ? കുഞ്ഞിക്കണ്ണ മേസ്ത്രിയുടെ? അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞ് പോണം. എന്താ പണി? ഉമ്മ കഞ്ഞി ഉണ്ടാക്ക് വേഗം. ആ. മോനെ ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോനാ. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ. മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ല. പെങ്ങളുടെ ഭർത്താവ് ഇവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ. അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. അറബി. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറക്ക് നിക്കാൻ്റെ അന്ന് 5000 റുപ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും വെച്ചിടാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യാം. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായന്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ടിപ്പോ 1.5 കൊല്ലായി. ഒരു വിവരമില്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനെ അറിയാം? ഇല്ലല്ലോ. ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി. ബാപ്പാന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലോ. ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണിയാ? അതെ, ടോണി. ലൂയിസ് എന്നുള്ളത് എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലൊക്കെ ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി. പാർട്ടി ഉടനെ ബോംബെയിൽ നിന്നെത്തും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്ന നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ?
ജമാല് കഴിക്കുന്നത് കാണുന്നതാ എന്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെ. അഡ്വാൻസ് വേണോ? വേണ്ട, റൂം എടുക്കുമ്പോൾ തന്നാൽ മതി. ഓക്കെ, താങ്ക്സ്. ജമാലെ, ഇവൻ ആരാണെന്നറിയാവോ? ഇല്ല. ഇവനാണ് ജോർജ്. ആളെ കൊല്ലുന്ന മയക്കുമരുന്ന് കച്ചവടമാണ് ഇവന്റെ തൊഴിൽ. ഞാനിപ്പോ വരാം. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ, അകത്തുണ്ടായിരുന്നോ? ഉം. സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ, അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിൽ പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ, അതെ അതെ. ആ, അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, ഉം. അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോം തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ആ, ആ, ആ. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. ചോറ നമ്മളെ പുരയിൽ ഇരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. കുവൈത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുവോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. ചോറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കൂ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ, ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ, അതെ അതെ. ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പോൾ വന്നാൽ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാൽ വില്ലേജ് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ, വാസുദേവൻ, ടോണി. ടോണി. പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യ? യോഗം വേണം. നമ്മക്കാർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മോന്തിയാവുമ്പോ ഞാൻ
ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുന്നു. ദാ, ഞാനുണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ മേടിക്കൂട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സോറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല.